ഹലോ ഗായ്സ്. അപ്പം ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പം സ്വന്തമായിട്ടൊരു ഫോൺ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അഭിമാനകരമായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. കാര്യം നേരത്തെ ഒക്കെ ഞാൻ അങ്ങനെ ഫോൺ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒത്തിരി പൈസ കളയുന്നൊരു വ്യക്തിയല്ല. ഞാൻ ആകെപ്പാടെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരാളാ. അപ്പം ഞാൻ എന്റെ ഫോണ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്കിത് അവൻ തന്ന ഫോണാ. ആ ഫോണ് നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. താഴെ വീണിട്ട് അതിന്റെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒക്കെ പോയി. കുറെ നാളായിട്ട് അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റബ്ബർ ബാൻഡ് വരെ ഞാൻ ഇട്ട് യൂസ് ചെയ്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പം ഒരു ഫോൺ എല്ലാരും എന്നോട് പറയാൻ, അതെ, എല്ലാരും എന്നോട് കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരെണ്ണം എടുക്കുക. പക്ഷെ എന്റെ പൈസ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് തന്നെ ചേട്ടനായിരുന്നു എൻഗേജ്മെന്റ് എല്ലാം വന്നോണ്ട് തന്നെ അതെ. ഇന്നിപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് എടുക്കുന്നതല്ല, EMI ആണ്. നമ്മൾ ഫോൺ എടുക്കാനായിട്ട് കടയിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി ഫോൺ വാങ്ങിക്കാം. രാജകീർ പറന്നു വരുമായിരുന്നു ഫോൺ എടുക്കാനായിട്ട്. നല്ല തിരക്കായിരുന്നു കടയിൽ. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിന് കാരണം സന്തോഷം കണ്ടിട്ട് ഞാൻ ആ കസ്റ്റമറെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഓടി വരികയായിരുന്നു. ഫോൺ എടുക്കാൻ പോകുന്നു. എന്റെ ഫോണ് നിങ്ങൾ കണ്ടോ? ഞാൻ കള്ളമല്ല പറയുന്നത്. ഇത് ഇനിയുണ്ട്, അത് കാണിച്ചു തരാം നിങ്ങക്ക്. ഇതിങ്ങനെ ഇളകുന്ന ഫോണല്ല കേട്ടോ, ഫോൾഡ് അല്ല. ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ പോയിരിക്കാണ് ഗൈസ്. എടുക്കുന്നതിന്റെ എങ്ങനെയുണ്ട്, എന്താണ് ആ ഇത് മൂമെന്റ്? ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോ കരച്ചിലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കരച്ചിൽ വരുന്നില്ല. സന്ധ്യ എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ടായിരുന്നു തോന്നുന്നു. എല്ലാരും വീട് പൂട്ടി വീട്ടിൽ പോകാൻ നിൽക്കുവായിരുന്നു. എല്ലാരും പോവാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഫോൺ ഇതാണ് ഗൈസ്, ആ ചേട്ടന്റെ കയ്യിലിരിക്കുന്നതാണ്. ചെറിയ നാണിച്ചൊക്കെ നിൽക്കുന്നത് എന്താ? അതിനകത്ത് 3 ക്യാമറ ഇല്ല. ഫൈനലി ജ്യോതികജൻ ഐഫോൺ ഫ്രണ്ട് എന്ത് ചെയ്യും? ഓണാക്കുന്നില്ല, ആണ് തിരിച്ചെടുക്കുന്നത്. ഓണാക്ക്, നീ വെച്ചോ, നീ ഓണാക്കിക്കോ. ഓണാക്ക്, ഇത് ഓണാക്കടാ നീ. ഇത് ഓണാകുന്നില്ല. ഇത് ഓണാകുന്നില്ലടാ. ഇപ്പൊ ഓണായി. അപ്പിള്ളൊക്കെ കാണിക്കോ? അപ്പിള്ളോകോ ഞങ്ങളുടെ ഐഫോൺ എടുത്തു. അത് നിന്റെ കയ്യിൽ നിന്ന് ചേട്ടൻ്റെ കയ്യിൽ പോയി. എന്താണ് നിനക്ക് പറയാനുള്ളത് ഈ മൊമെന്റില്? എന്താ പറയാനെ, കൊള്ളാം, സന്തോഷം. ചോദിക്കേ ഹാപ്പിനെസ് കൂടിയിട്ട് EMI അടയ്ക്കാനുള്ള ടെൻഷൻ എല്ലാം കൂടെ ആയിട്ട് ബ്ലിങ്കസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാര്. അപ്പൊ പോയിട്ട് വരാം ചേട്ടാ, പോയിട്ട് വരാം. ബൈ ചേട്ടാ, കാണാം. സുധീഷ് ചേട്ടൻ, ബൈ സുധീഷ് ചേട്ടാ, നമ്മുടെ നാട്ടുകാരനാണ്. ഓക്കെ, അപ്പൊ പോയിട്ട് വരാം. ടാറ്റ, ബൈ. എല്ലാരും നാട്ടുകാരാണ്. അപ്പൊ ഓക്കെ, ബൈ. EMI പോലും ഞാനിങ്ങനെ ആലോചിക്കും, കാര്യം 1 മാസം പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഇപ്പോഴും അറിയത്തില്ല, എന്നാലും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ ഇപ്പോഴും ഇങ്ങനൊരു EMIക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഫോൺ എടുക്കാൻ പറ്റുന്നത്. താങ്ക് യു. പിന്നെ ഞാനിത് ഇന്നലെ തന്നെ ഒരു 10 തവണ ഞാൻ ആലോചിച്ചു. ഞാൻ അവനോട് തന്നെ 100 തവണ ചോദിച്ചു. അവനും പറഞ്ഞു ഒന്നും ആലോചിക്കണ്ട, എടുക്ക, അത് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മള് വീട്ടിൽ വന്നു ഗൈസ്. കുഞ്ഞാ 2 വാക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ജ്യോതിക 70 EMIക്കാണെങ്കിൽ പോലും മാസം അടയ്ക്കാനുള്ളവളുടെ മനസ്സും. എനിക്കറിയാം, യദുകൃഷ്ണ യൂട്യൂബിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ ആഗ്രഹം സാധ്യമാക്കാൻ പറ്റണമെന്ന്. അതുകൊണ്ട് എനിക്ക് അടക്കാൻ പറ്റില്ലല്ലോ, എന്റെ കുഞ്ഞിനെ അടയ്ക്കാന്ന് എനിക്കറിയാം. അത് നടക്കത്തില്ല, ഞാൻ അടയ്ക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തുമില്ല. എന്താ ഗൈസ് ഇങ്ങനൊക്കെ പറയുന്നത്? അല്ലേലും അങ്ങനെ പാലം കടക്കുന്നോറും നാരായണ, അത് കഴിഞ്ഞിട്ട് കൂരായണ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ, ടാറ്റ, ബൈ. ഓക്കെ, ബൈ.